വിദ്വേഷ പരാമർശത്തിൽ കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ച ടി.ജി. മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാകും ചോദ്യം ചെയ്യൽ. തുടർച്ചയായ 3 ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. വിദ്വേഷ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ നിർമ്മിക്കാൻ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ ടി.ജി. മോഹൻദാസിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അന്വേഷണ സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിദ്വേഷ പരാമർശത്തിൽ കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം ACGM കോടതി ജാമ്യ വ്യവസ്ഥയിൽ ടി.ജെ. മോഹൻദാസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പ്രകാരം ഇന്ന് രാവിലെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നൌഷാദിന് മുമ്പാകെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും. കേസുമായി ബന്ധപ്പെട്ട ബോധപൂർവമായ നീക്കമാണോ ഈ പരാമർശങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാനുള്ള നീക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതോടൊപ്പം അതിന് പിന്നിൽ ആരുടെയെങ്കിലും പിന്തുണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോത്സാഹനമോ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒരു യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ടോ? പത്രിക എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാനുള്ള ആരുടെയെങ്കിലും ഒരു പിന്തുണ അദ്ദേഹത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിലൂടെ ഈ കണ്ടന്റ് തയ്യാറാക്കുന്നതിന് മറ്റാരുടെയെങ്കിലും സഹായം മോഹൻദാസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് സൈബർ ക്രൈം പോലീസ് ഉള്ളത്. ഇന്നു മുതൽ 3 ദിവസത്തേക്കായിരിക്കും തുടർച്ചയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകുക. കോടതിയുടെ കർശനമായ നിർദ്ദേശമാണ് അതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നത്. അതോടൊപ്പം പിടിച്ചെടുത്തിരിക്കുന്ന ഡിവൈസുകൾ, അത് ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം ഈ സൈബർ ഫോറൻസിക് സംഘമായിരിക്കും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇതിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പരമാവധി തെളിവുകൾ വീണ്ടെടുക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ സൈബർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.